ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ റിവ്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് സുസുക്കിയുടെ ജിക്സർ SF 250 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൈക്കിൻ്റെ ലുക്സ് ഒന്ന് നോക്കി നോക്കാം. ഇനി നമുക്ക് ബൈക്കിൻ്റെ മീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ്, ഗിയർ ഇൻഡിക്കേഷൻ, RPM, ഓഡോമീറ്റർ, ടൈം, ഫ്യൂൽ ഗേജ്, ABS ഇൻഡിക്കേഷൻ, പിന്നെ കൂടാതെ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ബട്ടൺസും കാണാം. അങ്ങനെ ഫൈനലി നമുക്ക് ബൈക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. കൊറോണ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഷോറൂമിൽ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ബൈക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ഇതൊരു 249cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ഓയിൽ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 26.5 PH അറ്റ് 9300 RPM മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 22.6 Nm അറ്റ് 7300 RPM വരുന്നത്. ഈ ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ് സുസുക്കി ബൈക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബൈക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ബൈക്കിൻ്റെ പൊസിഷൻ വരുന്നത് കുറച്ചൊക്കെ സ്പോർട്ടിയാണ്. നല്ല രീതിയിൽ സിറ്റിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബൈക്ക് തന്നെയാണ് ഇത്. ബൈക്കിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലീനിയർ പവറാണ് ഈ ബൈക്കിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഒരു നല്ല രീതിയിലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയ എൻജിൻ തന്നെയാണ് സുസുക്കി ഈ ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ബൈക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത് 161 kg ആണ്. പില്ലൻ സീറ്റും അതുപോലെ നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഈ ബൈക്കിൻ്റെ ഒരു പോരായ്മയായി പറയുകയാണെങ്കിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസറോ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററോ ഇല്ല. ബൈക്ക് എല്ലാ റവ് റേഞ്ചിലും നല്ല പവറുണ്ട്. ബൈക്കിൻ്റെ ഗിയറും അതുപോലെ തന്നെ ക്ലച്ചും കുറച്ച് ടൈറ്റാണ്. ഇത് നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയ ബൈക്ക് തന്നെയാണ്. ഈ ബൈക്ക് ഒരുപാട് ഹെവിയും ഒരുപാട് ലൈറ്റും അല്ല. അതുപോലെ തന്നെ ഈ വിൻഡ് സ്ക്രീൻ നമുക്കൊരു 70 വരെയൊക്കെ നല്ല രീതിയിലുള്ള വിൻഡ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതിന് മുകളിലോട്ട് അത്ര ബെറ്റർ അല്ല. ഇത്ര നേരം ഓടിച്ചതിൽ ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും അല്ലാതെ തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു 250 സെഗ്മെൻറ്റിൽ പിന്നെ നമുക്ക് വരുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 250, ഡൊമിനോർ 250 ഒക്കെയാണ്. എങ്കിൽ പോലും ഇതൊരു ഫുള്ളി ഫെയർഡ് 250 മോട്ടോർ സൈക്കിളാണ്. നമുക്കൊരു CBR 250ക്കൊക്കെ ശേഷമുള്ളൊരു നല്ല ബൈക്ക് തന്നെ പറയാൻ പറ്റും. നല്ലൊരു എൻജിനും നല്ലൊരു പവറുമാണ് സുസുക്കി ബൈക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ബൈക്ക് നമുക്ക് സിറ്റിയിലും അതുപോലെ തന്നെ ഹൈവേയിലും നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബൈക്ക് തന്നെയാണ്. ഈ ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2,28,000 ആണ്. സർവീസ് കോസ്റ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 2,000-ൻ്റെ മുകളിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബൈക്ക് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത് സിറ്റിയിലൊരു 30 to 35, ഹൈവേയിൽ അതുപോലെ 35 to 40 ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.